പ്രോട്ടോണിക്സിന്റെ പുതിയൊരു വീട്ടിലേക്ക് നമ്മൾ ഇന്ന് നമ്മുടെ മൈൻക്രാഫ്റ്റ് ആയിട്ട് വന്നേക്കാണ്. ബട്ട് ഡിഫറെൻറ്റ്. നമ്മുടെ ആദ്യത്തെ മൈൻക്രാഫ്റ്റിൻ്റെ പാർക്കോർ ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീട്ടിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ റോഡ് ടു 600 സബ്സ്ക്രൈബേഴ്സ്. അപ്പം നമുക്ക് ഈ വെറും 50 സബ് കൂടി മതി, എല്ലാവരും അടിച്ചു പൊട്ടിക്കാം. ആൻഡ് നമ്മളിന്ന് പാർക്കോർ സ്പിരലാണ് കളിക്കാൻ പോകുന്നത്. അപ്ഡേറ്റ് ആൻഡ് പ്ലേ ചെയ്തു. ഓക്കെ, അപ്ഡേറ്റ് ആവട്ടെ. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് കിടക്കാം. ഓക്കെ, നമ്മുടെ വേൾഡ് അപ്ഡേറ്റ് ആയി കയറി. ഓക്കെ, ഇതാണ് നമ്മുടെ പാർക്കോർ സ്പിരൽ. ഓക്കെ, ഇതാണ് നമ്മുടെ ഇതിൻ്റെ പേരെന്തായിരുന്നു? എന്തൊക്കെയോ ആയിരുന്നു അതിൻ്റെ പേര്, ഞാൻ മറന്നുപോയി. ഓക്കെ, ആൻഡ് നമ്മുടെ പാർക്കോർ ഇത് GTA കളിച്ച സെയിമാ? റൈഡോ അല്ല എന്തൊക്കെയോ ഐസോ ഗെയിം തെറാപ്പിസ്റ്റ് കളിച്ച സെയിം മാപ്പ് പോലെ ഉണ്ടല്ലോ. ഓക്കെ, നമുക്ക് ചാടി. ഇതൊന്നും അങ്ങോട്ട് തന്നെ എത്തുന്നു തോന്നുന്നില്ല കേട്ടോ. ഇത് തന്നെ ടഫാണ്, പക്ഷേ ഐ ആം എ പാർക്കോർ പ്രോ. അതുകൊള്ളാലോ. അയ്യോ അയ്യോ, ഞാനൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചടാ. ഞാൻ എവിടെയെങ്കിലും എത്തിയിട്ടൊന്നും കാണാം. ഓക്കെ, ഇനി ഇങ്ങോട്ട്. ഓക്കെ, ചെക്ക് പോയിന്റ് ഇല്ലേ? ചെക്ക് പോയിന്റ് അല്ലേ? ആണെന്ന് തോന്നുന്നു. എന്തായാലും കിട്ടിയിട്ടുണ്ട്. തുടക്കം തന്നെ. ഇനി ഇവിടെ നിന്ന് ജമ്പ്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് ജമ്പ്, ഇങ്ങോട്ട് ജമ്പ്. ഇനി ഇങ്ങോട്ടാ ജമ്പുണ്ട്. ഇവിടെ രണ്ട് മല പോലെ. ഇങ്ങോട്ട് ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട്. അയ്യോ, എനിക്ക് അറിഞ്ഞുകൊണ്ട് വേണേ എന്നാൽ അവിടെ ഒരു വീല്. ഓക്കെ, സുഭാഷ് ചന്ദ്രബോസ്. ഓക്കെ, നമുക്കിനി നേരെ മുന്നോട്ട്. അത്ര തന്നെ. ഇനി നമ്മൾ നേരെ ഇങ്ങോട്ട്. അയ്യോ, പയ്യെ ഇങ്ങോട്ട്. ഇനി ഇവിടെ നിന്ന് നേരെ ഇങ്ങോട്ട്. ഇങ്ങോട്ട് സെറ്റ്. ഇനി നമ്മൾ ചെക്ക് പോയിന്റ് എടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഇതെല്ലാം ഉണ്ടാക്കി എറി. നമുക്കൊരു ട്രക്ക് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഇവിടെ നിന്ന്. അതൊന്നും പറ്റില്ല കേട്ടോ. ഇത് ഇവിടെ നിന്ന് എന്താ ചെയ്യണ്ടേ? ഇതിനോട് മനസ്സിലാവുന്നില്ല. ഇത് 1 ബ്ലോക്ക് അല്ലേ? ഓക്കെ, ഇതിൻ്റെ മേലെ കയറാൻ പറ്റുമോ? ഇല്ല. ഓക്കെ, നമ്മളെന്ത് ചെയ്യും? ഇതിൻ്റെ മേലെ കയറി നിന്നിട്ട് ഇങ്ങോട്ട്. അപ്പോൾ പറ്റില്ല. എടാ, ഇവിടെ നമ്മളെന്താ ചെയ്യണ്ടേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഇതിൻ്റെ മേലെ കാർപ്പറ്റില്ല. അതായിരിക്കുന്ന വേണ്ടി. ഓക്കെ, ഇനി ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട്. അയച്ചിടഫാടാ, അത് എത്തുവോടാ? സ്പ്രിങ് ചെയ്യുന്നേ. ചടി. ഇനി ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട്. ചേടാ, അതെങ്കിലും തരാ. ഇച്ചിരി ടഫാട്ടോ, ഇച്ചിരി ടഫാണ്. ബട്ട് വി ആർ പ്രോ. നമ്മൾ പ്രോ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വീലും ഇല്ല. ഇങ്ങനെ ചടുക. അങ്ങോട്ട് തന്നെ ഇല്ലേ? ഇവിടെ നിന്ന് നേരെന്തായാലും ഇങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ എത്തി. ഇനി ഇവിടെ നിന്നാണോ അങ്ങോട്ട്? ദൈവമേ, നമ്മൾ 3rd ലെവലിലേക്ക് എത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് മേലേക്ക്, ഇവിടെ നിന്ന് ഇങ്ങോട്ട് എന്നിട്ട് ഇങ്ങോട്ട് പോയെന്ന് ക്ഷേമം. ഓക്കെ, മണ്ടയ്ക്ക്. അങ്ങോട്ടല്ലല്ലോ, ഇങ്ങോട്ട് ചാടി, ഇങ്ങോട്ട്.
സുഭാഷ് ചന്ദ്രബോസ്. നമുക്കിനി ഇതിൻ്റെ മണ്ടയ്ക്ക് കയറി ചാടുക. ഇനി എൻ്റെ എന്താ ആകെ സമയത്തൊരു ഗ്ലിച്ച് പോലെ, നിങ്ങൾ ശ്രദ്ധിച്ചൊക്കെ അറിയാം, ചെറുതായിട്ടൊരു ഗ്ലിച്ച് പോലെ വരുന്നുണ്ട്. എടാ അതെന്താ ഞാൻ ഡബിൾ ടാപ്പല്ലേ ചെയ്യുന്നേ? എന്തൊരു ഗ്ലിച്ച് ഉണ്ട് കേട്ടോ ഗെയിമിന്. ഓക്കെ, ഇനി ഇങ്ങോട്ട് അതിന് ഡബിൾ ടാപ്പൊന്നും വേണ്ട. ഇങ്ങോട്ട് ഡബിൾ എന്താ ചെയ്യണ്ട ഞാൻ? ഇവിടെ നിന്ന് എടാ ഞാൻ അങ്ങോട്ട് ചാടി. ഞാൻ പറഞ്ഞതാണ്. ഈ തീയായോണ്ടൊന്നും കാണുന്നില്ല. ദൈവമേ, കൈകാലും പറക്കത്തടാ അമ്മച്ചി. അതെങ്ങാനും തെറ്റിയായിരുന്നെങ്കിൽ എൻ്റെ തരി സ്വഭാവം ഇങ്ങോട്ട് തന്നെയാണോ? ആണ് എനിക്ക് വന്ന് ഈ മരത്തിൻ്റെ മണ്ടയ്ക്ക് ചാടി. അയ്യോ പേടിയാവുന്നേ. ചെക്ക് പോയിന്റ് കിട്ടിയിട്ടില്ല കേട്ടോ. നമുക്ക് ചെക്ക് പോയിന്റ് കിട്ടിയിട്ടില്ല. ചെക്ക് പോയിന്റ് കിട്ടി. ഇതെന്താ ചെയ്യണ്ടേ? ഇങ്ങോട്ട് കാണും. ചെറിയൊരു ലാഗ് പോലെ. അല്ല, ലാഗൊക്കെ പോട്ടെ. ഇതിൽ കൂടെയാണ് ഇതൊരു വഴി. ഇവിടെ എത്തി. ഓക്കെ, എന്നിട്ട് നമ്മൾ ഇങ്ങനെ വരുന്നതും എന്താ ചെയ്യണ്ടേ? വാട്ട് ഐ ക്യാൻ ഡു. ഇതിനെ ഉണ്ടാക്കിയായിരുന്നു. അയ്യോ, ഇവിടെ നിന്ന് എടാ ചെറിയൊരു ലാഗ് ഉണ്ടല്ലോ. ഞാൻ ഷെയ്ഡർ കളഞ്ഞിട്ട് വരാം. നമ്മൾ ഷെയ്ഡർ എല്ലാം കളഞ്ഞു എന്നിട്ട് ഒന്നുകൂടി കയറാൻ പോവാണ്. അതന്നെയാണ് പ്രശ്നം തോന്നുന്നു. എന്തോ ഷെയ്ഡർ ഇട്ടതിൻ്റെയാണ്. ഓക്കെ, എന്താണെങ്കിലും ഒന്നുകൂടി ആടി. എന്തോ ഗ്ലിച്ച് ഉണ്ടല്ലോടാ ഗെയിമിൽ. അത് ഗ്ലിച്ചല്ലോ. ഇതിൽ കൂടെ ആണല്ലേ ചാടാൻ. ഇങ്ങനെ ഒന്ന് ഇങ്ങോട്ടോ പോയാൽ നമ്മുടെ കാര്യം തീരും. ചാടി ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ട്. ഇച്ചിരി ടഫാട്ടാ. ഓക്കെ, അങ്ങോട്ട് ഒന്നും പറയാൻ നിൽക്കുന്നില്ല. നമ്മൾ നേരെ പിടച്ച് അയ്യോ പിടയ്ക്കണ്ട അധികം. എന്താ പടക്കണ മീനോ? ഞാൻ അതൊക്കെ ഞാനും എത്തിയാൽ കാണിക്കും. ഭ്രാന്ത് പിടിക്കുന്നുണ്ട്. ഞാൻ കുറേ തവണ വീണ് എന്തോ പോലെ ആകും. ഓക്കെ, എന്തോ പോലെ. ഓക്കെ, എനിക്ക് ഭ്രാന്ത് പിടിച്ചിട്ടോ. ഈ ഒരു ഇതാണ് എനിക്ക് കുറേ നേരം ഇതാക്കിയത്. അയ്യോ, ഇങ്ങോട്ട് തന്നെ ഇല്ലായിരുന്നോ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് ചാടാൻ പറ്റും. വേറൊരു കാര്യമുണ്ട്, ചെക്ക് പോയിന്റ് കിട്ടിയിട്ടില്ല. ഇപ്പോഴാണ് ചെക്ക് പോയിന്റ് കിട്ടിയത്. ടഫ്. ഇങ്ങോട്ട് അയ്യോ ഏണി. അത് ഇനി പോകാനില്ല. ഓക്കെ, ഇനി ഇവിടെ നിന്ന് നേരെ. പണ്ടൊക്കെ ഞാൻ നന്നായിട്ട് പാർക്കോർ ചെയ്യുമായിരുന്നു. ഇപ്പം എനിക്ക് എന്തോ കിട്ടുന്നില്ല. ഐ ലവ് പാർക്കോർ ഗെയിംസ് ബട്ട് ഐ എം നോട്ട് ഗെറ്റിംഗ് ഇറ്റ് നൗ. ഇതിൻ്റെ മണ്ടയ്ക്ക് എങ്ങാണ്ട് കയറണം തോന്നുന്നു. ഇതിൻ്റെ മണ്ടയ്ക്ക് എന്തായാലും കയറാൻ പറ്റില്ല. പിന്നെ ഇവിടെ നിന്ന് ഇവിടെ നിന്ന് ഒറ്റത്തുനിന്ന് ഇങ്ങോട്ട് കിട്ടി. ഒറ്റത്തുനിന്ന് ഇങ്ങോട്ട്. ഓക്കെ, ഇനി എന്ത് തേങ്ങ. ഇവിടെ നിന്ന് അങ്ങോട്ട് ചാടണോ?
എടാ എടാ അതെങ്ങനെയാ? ഇവിടെ വേറെ വഴിയുണ്ടോ? ഇല്ലല്ലോ. നമുക്ക് വേറെ വല്ല വഴിയും കിട്ടുമോ ഞാൻ നോക്കട്ടെ. ഇത് ഇങ്ങനെ 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 പറ്റില്ല. എടാ അതെങ്ങനെ കിട്ടും? നമുക്ക് നമ്മൾ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പറ്റാത്ത സാഹചര്യങ്ങളിൽ നമ്മൾ പലതും ചെയ്യും. അതിനായി ഓ ഗൈസ് ഐ ആം അപ്പ് ഓൺ ദ എയർ. എന്തോന്നല്ലേ ചീറ്റ് ചെയ്തിട്ടും പറ്റുന്നില്ല. അതുകൊണ്ട് എന്താണോ ഞാൻ ചെയ്യണ്ടേ? അപ്പോൾ നമ്മൾ ഒന്നുകൂടി ഒന്ന് നോക്കണം. അപ്പോൾ നമ്മൾ എവിടെ എത്തും? അപ്പോൾ നമ്മൾ ഇവിടെ എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ സർവൈവൽ അല്ല അഡ്വഞ്ചർ. ഓക്കെ, എൻ്റെ ആദ്യത്തെ ക്രിയേറ്റീവ് ആയിരുന്നു. ഓക്കെ, വാവ് ഐ ഗോട്ട് ദ ചെക്ക് പോയിന്റ്. ഓ എത്ര കഷ്ടപ്പെട്ടു നോക്കണേ ഇതൊക്കെ ചാടി ഇങ്ങനെ വന്നു. ഓ ഇനി എന്തുവാ തന്നെ കത്തു പിന്നൊന്നും ഉണ്ടാവില്ല. ഇവിടെ എന്തോ റെയിലില്ല. ബട്ട് നമുക്ക് ഇതിൽ കൂടി ഇങ്ങനെ പോവാം. എന്താ വയ്യേ? നമ്മുടെ അതിനെ പറ്റിക്കുന്നേ. അത് ശരി, ഇങ്ങോട്ട് ചാടണം, വെറുതെ അല്ല. സ്വാമി ഓക്കെ, ഇങ്ങോട്ട് ഇങ്ങോട്ട് ഇത് ഞാൻ പ്ലാൻ ചെയ്യും. ഉറപ്പാണ്, ഉറപ്പിൻ്റെ. നമുക്ക് ഇതിൻ്റെ മേലെ കയറിയിട്ട് ഇവിടെ നിന്ന്. ഓ അങ്ങനെയാണോ? സംഭവം പിടിയിട്ടി. ഇവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് ഇങ്ങോട്ട്. വേറും പറ്റിക്കാനുള്ള സാധനം കേട്ടോ. ഓക്കെ, നമ്മൾ ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട്. ഓ പാർക്കോറായിരുന്നു. വെറുതെ പോയിട്ട് കാര്യമില്ല. നമ്മൾ ഇവിടെ നിന്ന് നേരെ അങ്ങോട്ട് പോകണം. ഓക്കെ, ഇനി അവിടെ നിന്ന് നേരെ ഇങ്ങോട്ട് പോകണം. ഇനി ഇവിടെ നിന്ന് ഈ സ്ലൈമിൽ ചാടി അങ്ങോട്ട് പോകണമായിരുന്നു. പക്ഷെ നമ്മൾ പോയില്ല. ഗൈസ്, നിങ്ങൾ ലൈക്ക് അടിക്കാത്തതുകൊണ്ടാണ് ഇങ്ങനെ. നിങ്ങളെല്ലാവരും ലൈക്ക് അടിക്കൂ. ലൈക്ക് അടിച്ചാൽ എല്ലാവരും എക്സാമിന് ജയിക്കും. അടിച്ചില്ലെങ്കിൽ ജയിക്കില്ല, തോറ്റു. അതുകൊണ്ട് എല്ലാവരും എക്സാമിന് ജയിക്കാനായി ലൈക്ക് അടിക്കുക. ആ ഞാൻ പെട്ടുപോയോ എന്നൊരു തോന്നൽ. നമ്മൾ ഇങ്ങോട്ട് അത് പറ്റില്ല. അവിടെ നിന്ന് അങ്ങോട്ട് പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് പലതും ചെയ്യാം. അത് എത്ര ബ്ലോക്ക് ആവും? 1 2 3 4 4 ബ്ലോക്ക് ഒരു ഇതിന് ചാടാം. പറ്റാത്ത സാഹചര്യങ്ങളിൽ നമുക്ക് പറ്റും. പക്ഷേ നമ്മൾ അത് ചെയ്യാത്തതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പോകുന്നത്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ തീർച്ചയായിട്ടും ഓ വാവ് ഐ ആം സോ പ്രോ. എന്താന്ന് നോക്കണേ എൻ്റെ കഴിവേ. അയ്യ, നമ്മൾ ഇങ്ങനെയൊക്കെ വേണം കളിക്കാൻ. എന്നല്ലേ കളിച്ച് പഠിക്കും. ഓക്കെ, ഇനി ഇവിടെ എന്താ കാണിക്കണ്ടേ? ഇവിടെ നിന്ന് അങ്ങോട്ട് പോകണം. നല്ല ചാട്ടം. ഓ എല്ലാവരും തോറ്റു പോയില്ലോടെ എൻ്റെ ചാട്ടത്തിന്. വേറെന്താ ചെയ്യേണ്ട സംഭവം? വാട്ട് നമുക്ക് പറ്റാത്ത സാഹചര്യങ്ങളിൽ പലതും ചെയ്യാം. അതല്ല
കമോണ്ട്രാ മഹേഷ്, കമോണ്ട്രാ. നല്ലതാണല്ലോ എടാ. അതെത്തൂല കേട്ടോ. ഞാൻ മടുത്തു, സത്യം പറയാം, ഞാൻ മടുത്തു. ഞാൻ കുറേ നേരമായിരുന്നു കളിക്കുന്നത്. വീഡിയോ 15 മിനിറ്റ് ആയിരുന്നുണ്ടായിരുന്നു. ഞാനിപ്പോൾ അരമണിക്കൂർ എങ്ങാണ്ടായിരുന്നു കളിക്കുന്നത്. ഓക്കെ, 15 മിനിറ്റ് 30 പകുതിയാണ്. ഞാൻ കുറേ നേരമായിരുന്നു കളിക്കുന്നത്. ബട്ട് നിങ്ങൾക്ക് മനസ്സിലാവാത്തതാണ്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഇഷ്ടപ്പെട്ട റോട്ടോ 600 ഇപ്പോൾ എല്ലാവരും മറക്കാതെ അടിച്ചു പൊട്ടിക്കുക. ആൻഡ് ഇത് കൂടാതെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും മൈൻക്രാഫ്റ്റ് മാപ്സ് കളിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. 1 ബ്ലോക്കോ അല്ലെങ്കിൽ സ്റ്റേ ബ്ലോക്കോ അല്ല ചങ്കോ 1 ചങ്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്ക് കളിക്കാൻ മാർഗമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. നമ്മൾ എന്തായാലും ചെയ്യുന്നതായിരിക്കും. അപ്പം ഇന്നത്തെ വീഡിയോ 2 വീഡിയോ ഇഷ്ടപ്പെട്ടതിലേക്ക് ചെറിയ സമയമുള്ള റോട്ടോ 600. അതിന് മുന്നേ നമുക്കൊരു പരിപാടി ചെയ്ത് നോക്കാം. ദൈവമേ, ഈ സാധനം തീരത്തില്ലേ? ഇതൊക്കെ കഴിഞ്ഞിട്ട് എന്തൊക്കെയോ ഉണ്ടായിരുന്നു കേട്ടോ. കോൺക്രീറ്റ് ഇതാണോ ലാസ്റ്റ്? ഓക്കെ ഗൈസ്, നമ്മൾ കഷ്ടപ്പെട്ടെത്തി. നമുക്കൊന്ന് ജസ്റ്റ് മറ്റേതാണേ. ഞങ്ങൾക്കിവിടെ എങ്ങനെ പറന്ന് നടക്കാലോ. സോ എൻ്റർടൈൻമെൻറ്റ് ഇൻ ദ ഇന്ത്യ ഓഫ് ദി എർത്ത്. ഓക്കെ, എന്താണെങ്കിലും പ്രശംസ എനിക്ക് ഇഷ്ടമല്ല, സാരമില്ല. ഈ ഫോട്ടോ ഡയമണ്ട് കിട്ടാനാണോ നമ്മൾ കഷ്ടപ്പെട്ടത്? അല്ല, കഷ്ടപ്പെട്ടില്ല, നമ്മൾ കഷ്ടപ്പെടേണ്ടിയിരുന്നേ. അങ്ങോട്ട് 600 എല്ലാവരും മറക്കാതെ അടിച്ചുകൊണ്ടിരിക്കുക. ആൻഡ് യു വിത്ത് 1000 സബ്സ്ക്രൈബേഴ്സ്. എല്ലാവരും 1000 സബ്സ്ക്രൈബർ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ഞാൻ ഷോർട്ട് ഇടും. ആ ഷോർട്ടിൻ്റെ താഴെ കമൻറ്റ് ഇടാനും പറയും. അപ്പോൾ കമൻറ്റ് ഇട്ടിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ദിവസം രാത്രി 8 മണി നമ്മൾ ആ ഒരു ഏതെങ്കിലും ഒരു കമൻറ്റ് സെലക്ട് ചെയ്ത്. ഓക്കെ, അപ്പോൾ അതിൽ കമൻറ്റ് പറഞ്ഞിട്ട് പ്രോട്ടോൺ